ഒരു വിമാനത്തെ സങ്കല്പിക്കുക. വെറും ഒരു വിമാനമല്ല, മറിച്ച് പറക്കുന്ന നിയമങ്ങളെ വളച്ചൊടിക്കാൻ കഴിവുള്ള ഒരു യുദ്ധവിമാനം. പൈലറ്റുമാർ ഇതിനെ ഡാൻസിംഗ് ബീസ്റ്റ് എന്ന് വിളിക്കുന്നു. ലോകമെമ്പാടുമുള്ള വ്യോമസേനയിൽ വിസ്മയത്തോടെ മന്ത്രിക്കുന്ന ഒരു പേരാണിത്. എന്നാൽ ഇത് വെറും ഒരു വിമാനമല്ല, നൂതന ആഗോള ആവശ്യം കാരണം ഇതിഹാസത്തിന് ജന്മം നൽകിയ ഒരു യുദ്ധവിമാനം. നമസ്കാരം, ദ മലയാളം മൈൻഡ് ചാനലിലേക്ക് സ്വാഗതം. വരൂ, നമുക്കിന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ സുഖോയ് Su-30 കുറിച്ച് അറിയാം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു വിമാനത്തിൽ നിന്നുമല്ല, ലോകത്തിന്റെ ഒരു വലിയ ആവശ്യത്തിൽ നിന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആകാശ യുദ്ധത്തിന്റെ രീതി പെട്ടെന്ന് മാറിമറിയാൻ തുടങ്ങി. വെറും നേർക്കുനേർ പോരാട്ടങ്ങൾ നടത്തിയ കാലം കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു മൾട്ടി പേർപ്പസ് എൻഗേജ്മെന്റിന് കഴിവുള്ള ഒരു യുദ്ധവിമാനമാണ്. അതായത് എയർഫോഴ്സുകൾക്ക് ഒരേ സമയം പല പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു വിമാനം. ആകാശത്തിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ, ഭൂമിയിലുള്ള ലക്ഷ്യങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ, സ്വന്തം താവളത്തിൽ നിന്നും ദൂരെ വളരെ നേരം പറക്കാനും നിരീക്ഷിക്കാനും കഴിവുള്ളൊരു വിമാനം. ഈ കാരണങ്ങൾ കാരണമാണ് സുഖോയ് Su-30 ജന്മം നൽകിയത്. ഈ വലിയ ആവശ്യം കണ്ടറിഞ്ഞ് റഷ്യയിലെ സുഖോയ് കമ്പനിയിലെ എഞ്ചിനീയർമാർ അവരുടെ പ്രശംസമായ Su-27 ഫ്ലാങ്കറിനെ പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. Su-27 അന്ന് തന്നെ ആകാശത്തിലെ ഒരു പടനായകനായിരുന്നു. പക്ഷേ ആഗോള ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിന് കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ലക്ഷ്യം ഇതായിരുന്നു: അതിവിശാലമായ ആകാശത്ത് മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു യുദ്ധവിമാനം. കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിവുള്ളവയും ഏത് പ്രവർത്തനങ്ങൾക്കും ആയോജികമായ ഒരു യുദ്ധവിമാനം. അങ്ങനെയാണ് Su-30 എന്ന കുടുംബം പിറവിയെടുത്തത്. ഇനി നമുക്ക് ഡാൻസിംഗ് ബീസ്റ്റ് എന്ന പേരിന് പിന്നിലുള്ള രഹസ്യം നോക്കാം. എങ്ങനെയാണ് ഈ വിമാനം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വരെ വെല്ലുവിളിക്കുന്ന അഭ്യാസങ്ങൾ കാണിക്കുന്നത്? ഇതിനെല്ലാം പിന്നിൽ രണ്ട് മെയിൻ കമ്പോണൻസ് ആണ്. ഒന്നാമത്തത് വിമാനത്തിന്റെ കനാർഡുകളാണ്. എന്താണ് ഈ കനാർഡുകൾ? കോക്പിറ്റിന്റെ അടുത്തുള്ള ചെറിയ ചിറകുകളെയാണ് നമ്മൾ കനാർഡ്സ് എന്ന് പറയുന്നത്. ഇത് വിമാനത്തിന് കൂടുതൽ ഉയരത്തിൽ പറക്കാനുള്ള ലിഫ്റ്റും, ഹൈ സ്പീഡിൽ വളരെ പെട്ടെന്ന് വിമാനത്തിന്റെ ഡയറക്ഷൻ മാറ്റാനും, ഒരു ഷോർട്ട് റൺവേയിൽ നിന്നും പെട്ടെന്ന് മുകളിലേക്ക് പറക്കാനുള്ള ഒരു ലിഫ്റ്റ് തരാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഇതിന്റെ ഏറ്റവും വലിയ താരമായ കരുത്തുറ്റ AL-31FP എഞ്ചിനുകളാണ്. ഈ എഞ്ചിനുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്: ത്രസ്റ്റ് വെക്ടറിംഗ് നോസിലുകൾ. ഈ നോസിലുകൾക്ക് 15 ഡിഗ്രി വരെ മുകളിലേക്കോ താഴോട്ടേക്കോ സ്വതന്ത്രമായി തിരിയാൻ കഴിയും. അതായത് വിമാനത്തിന് പൈലറ്റിന്റെ ആവശ്യത്തിലേക്കുള്ള ഡയറക്ഷനിലേക്ക് തിരിയാൻ പറ്റും. കനാർഡുകളും ത്രസ്റ്റ് വെക്ടറിങ്ങുകളും ഒരുമിച്ച് ചേരുമ്പോൾ പുഗച്ചൂസ് കോബ്ര പോലുള്ള അവിശ്വസനീയമായ അഭ്യാസങ്ങൾ സാധ്യമാകുന്നു. ഈ അഭ്യാസത്തിൽ വിമാനം ആകാശത്തിൽ കുത്തനെ നിന്ന് മുന്നോട്ടുള്ള ചലനം പൂർണ്ണമായി നിർത്തുന്നു, തുടർന്ന് സാധാരണ നിലയിൽ മടങ്ങുന്നു. അല്ലെങ്കിൽ ടെയിൽ സ്ലൈഡ് പോലുള്ള അഭ്യാസങ്ങൾ. ഇവ വെറും അഭ്യാസങ്ങളല്ല, യഥാർത്ഥ പോരാട്ടത്തിൽ മിസൈലുകളെ കബളിപ്പിക്കാനും ശത്രുവിന്റെ പിന്നിൽ നിമിഷങ്ങൾക്കുള്ളിൽ എത്താൻ ഈ കഴിവുകൾ നിർണായകമാണ്. എന്തുകൊണ്ടാണ് Su-30 ഒരു യഥാർത്ഥ ആഗോള ഫൈറ്റർ ജെറ്റ് ആക്കി മാറ്റുന്നത്? അത് അതിന്റെ കരുത്തും ആധുനിക സാങ്കേതിക വിദ്യകളും ഒരുമിച്ച് ചേരുന്ന കാരണമാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ ഇതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ വിമാനത്തിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് അതിശക്തമായ PESA റഡാറാണ്. ഈ റഡാർ വളരെ വലിയ പ്രദേശങ്ങൾ സ്കാൻ ചെയ്യാനും ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാനും കഴിവുള്ളൊരു റഡാറാണ്. ഇത് പൈലറ്റിന് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തമായ ചിത്രം നൽകുന്നു. നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഈ റഡാറിന് കാണാൻ പറ്റും. ഈ വിമാനത്തിന്റെ മറ്റൊരു പ്രത്യേക ഫീച്ചറാണ് പല Su-30 വിമാനങ്ങൾക്കും 2 പേർക്ക് ഇരിക്കാവുന്ന കോക്പിറ്റ് ആണ്. ഒരു പൈലറ്റും പിന്നെ ഫ്ലൈറ്റ് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ ഒരു വെപ്പൺ സിസ്റ്റം ഓപ്പറേറ്ററും. സങ്കീർണമായ പ്രവർത്തനങ്ങളിൽ ഈ വെപ്പൺ സിസ്റ്റം ഓപ്പറേറ്റർ ഒരു സഹ പൈലറ്റിനെ പോലെയാണ്. ഫ്ലൈറ്റ് സെൻസറുകൾ, ടാർഗറ്റിംഗ്, ആയുധങ്ങൾ എന്നിവയെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നു. ഇത് പൈലറ്റിനെ വിമാനം പറത്തിക്കാനും പോരാട്ടത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. ശക്തമായ യുദ്ധ സാഹചര്യത്തിൽ ഈ ടീം വർക്ക് വളരെ പ്രധാനമാണ്. ഒരു മികച്ച പോരാളിക്ക് അതിന്റെ ആയുധങ്ങളും മികച്ചതായിരിക്കണം.
Su-30 വളരെ വലുതും വൈവിധ്യമാർന്നതുമായ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും. ദൂരെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ മുതൽ നിരത്തെ ലക്ഷ്യങ്ങളെ കൃത്യമായി നശിപ്പിക്കാൻ കഴിയുന്ന ബോംബുകൾ വരെ, കൂടാതെ കടലിലെ ലക്ഷ്യങ്ങളെ നേരിടാൻ ആന്റി ഷിപ്പ് മിസൈലുകൾ വരെ വഹിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഒരു വിമാനമാണ്. ഇതാണ് Su-30 ലോകത്തിലെ ഏറ്റവും കഴിവുള്ളവയും ശക്തമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി മാറ്റുന്നത്. വ്യോമയുദ്ധത്തിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു ഇതിഹാസത്തിന് പോലും കാലത്തിനനുസരിച്ച് മാറേണ്ടി വരും. Su-30 നിർമ്മാണം അതിന്റെ അവിശ്വസനീയമായ പൊരുത്തപ്പെടാനുള്ള കഴിവാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ Su-30 വിമാനങ്ങളെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഭീഷണികളെ നേരിടാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ സൂപ്പർ സുഖോയ് പദ്ധതിയിൽ ഏറ്റവും പുതിയ AESA റഡാറുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് പഴയ റഡാറുകളെക്കാൾ വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. ഒരു ഡിജിറ്റൽ കണ്ണുകളെ പോലെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ കഴിയുന്നു. ഈ വിമാനങ്ങൾക്കിപ്പോൾ അതിശക്തമായ പുതിയ കമ്പ്യൂട്ടറുകളും ശത്രു റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ വലിയ നവീകരണങ്ങൾ കാരണം Su-30 ഭാവിയിലെ യുദ്ധവിമാനങ്ങളും സ്റ്റെൽത്ത് വിമാനങ്ങളെയും നേരിടാൻ കഴിയുന്ന ഒരു ശക്തമായ വിമാനമാക്കി മാറ്റുന്നു. ഒരു മികച്ച യുദ്ധവിമാനത്തിനുള്ള ആഗോള ആവശ്യം ഒരുമിച്ച് ചേരുമ്പോൾ പിറവിയെടുത്ത ഒരു അത്ഭുതമാണ് Su-30. ഗുരുത്വാകർഷത്തെ വെല്ലുവിളിക്കുന്ന അഭ്യാസങ്ങളും അതിന്റെ ലോകമെമ്പാടുമുള്ള അതിന്റെ സ്വാധീനവും നിരന്തരമായ വിശ്വാസവും ഇതെല്ലാം മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ കാരണം മാത്രമാണ്. ഇതൊരു വിമാനം മാത്രമല്ല, ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ തെളിവാണ്. ഡാൻസിംഗ് ബീസ്റ്റ് ശരിക്കും ആകാശത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു ഇതിഹാസമാണ്. ലോകമെമ്പാടും അദ്ഭുതവും ആർദ്രവും ഉണർത്തിക്കൊണ്ട് അതിന്റെ യാത്ര തുടരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. അടുത്തത് നിങ്ങൾക്ക് ഏത് യുദ്ധവിമാനത്തിനെ കുറിച്ചാണ് കേൾക്കാൻ താല്പര്യമുള്ളത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.